നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനുള്ളിൽ നടക്കുന്ന ഒരു ചെറിയ മാന്ത്രിക വിദ്യയെക്കുറിച്ചാണ്. ലിനക്സ് പോലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ ഏറ്റവും വിലപിടുത്ത ഒന്നായ മെമ്മറിയെ എങ്ങനെയാണ് ഇത്ര അടിപൊളിയായി മാനേജ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കമ്പ്യൂട്ടറിൽ വെറും കുറച്ച് GB റാമൊക്കെ കാണൂ, അല്ലേ? എന്നിട്ടും ഒരേ സമയം ഒരു 10 ആപ്ലിക്കേഷനൊക്കെ ഒരു കുഴപ്പമില്ലാതെ എങ്ങനെയത് ഓപ്പൺ ചെയ്തു വെക്കാൻ പറ്റുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് മെമ്മറി മാനേജ്മെന്റിന്റെ ഒരു അത്ഭുത ലോകത്തേക്കാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ശരിക്കും പറഞ്ഞാൽ ഒരുതരം മായാജാലമാണ്. ടെക്നിക്കലായി ഇതിനെ വെർച്വലൈസേഷൻ എന്നൊക്കെ പറയും. സംഭവം സിമ്പിളാണ്. ഒരൊറ്റ കമ്പ്യൂട്ടറിനെ ഒരേ സമയം ഒരുപാട് കമ്പ്യൂട്ടറുകളായി തോന്നിപ്പിക്കുന്ന ഒരു സൂത്രം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ ഓരോ പ്രോഗ്രാമിനും ഇങ്ങനെ തോന്നിപ്പിക്കും: ഇതാ നിനക്ക് സ്വന്തമായിട്ട് ഇഷ്ടം പോലെ മെമ്മറിയുണ്ട്, നിന്റെ സ്വന്തം കളിസ്ഥലം പോലെ. പക്ഷെ സത്യം അതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ പ്രോഗ്രാമുകളും പങ്കിടുന്നത് ഒരേ ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ തന്നെയാണ്. ഇവിടെ നോക്കൂ, ഈ താരതമ്യം കാണുമ്പോൾ സംഭവം ക്ലിയറാവും. ഒരു വശത്തെ യാഥാർത്ഥ്യം, എല്ലാവരും കൂടി പങ്കിടുന്ന, അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്ന വളരെ കുറച്ച് ഫിസിക്കൽ റാം. എന്നാൽ മറുവശത്ത് ആപ്ലിക്കേഷനുകൾ കാണുന്ന മായാജാലം, ഓരോരുത്തർക്കും സ്വന്തമായി വളരെ വലുപ്പമുള്ള, എല്ലാം അടുക്കിപ്പെറുക്കി വെച്ച പോലെയുള്ള വെർച്വൽ മെമ്മറി. ശരി, അപ്പൊ ഈ മാജിക് എങ്ങനെയാണ് കമ്പ്യൂട്ടർ കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാമല്ലേ? ഈ തന്ത്രത്തിന് പിന്നിലെ ആ രഹസ്യത്തിന്റെ പേരാണ് പേജിംഗ്. വരൂ, ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാം. സിമ്പിളായി പറഞ്ഞാൽ പേജിംഗ് എന്ന് വെച്ചാൽ മെമ്മറിയെ ഒരേ വലുപ്പമുള്ള കുഞ്ഞൻ ബ്ലോക്കുകളായി മുറിക്കുന്ന പരിപാടിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പ്രോഗ്രാമിന്റെ വെർച്വൽ മെമ്മറിയെ ഒരു പുസ്തകത്തിലെ പേജുകൾ പോലെ മുറിക്കുന്നു. അതേസമയം കമ്പ്യൂട്ടറിന്റെ യഥാർത്ഥ റാം, അതായത് ഫിസിക്കൽ റാമിനെ ഒരു ലൈബ്രറിയിലെ ഷെൽഫുകൾ പോലെ ഫ്രെയിമുകളായും മുറിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും: ഏത് വെർച്വൽ പേജ് ഏത് ഫിസിക്കൽ ഫ്രെയിമിലാണ് ഇരിക്കുന്നതെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എങ്ങനെ മനസ്സിലാവും? അതിനാണ് പേജ് ടേബിൾ എന്നൊരു മാപ്പ് കയ്യിലുള്ളത്. ഈ മാപ്പാണ് ആ വെർച്വൽ ലോകവും യഥാർത്ഥ ലോകവും തമ്മിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നത്. അപ്പോ ഒരു അഡ്രസ് എങ്ങനെയാ കണ്ടെത്തുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം CPU ഒരു വെർച്വൽ അഡ്രസ് ചോദിക്കുന്നു. ഉടനെ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് അല്ലെങ്കിൽ MMU ആ വെർച്വൽ പേജ് നമ്പർ എടുത്ത് നമ്മുടെ മാപ്പായ പേജ് ടേബിളിൽ തപ്പും. അപ്പോൾ പേജ് ടേബിൾ പറയും, ആഹാ, ഇത് ഇന്ന ഫിസിക്കൽ ഫ്രെയിമിലാണ് ഇരിക്കുന്നത് എന്ന്. ആ ഫ്രെയിം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ MMU ആ നമ്പറും ഒരു ഓഫ്സെറ്റും കൂടി ചേർത്ത് റാമിലെ കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിക്കും. അത്രേയുള്ളൂ. ഈ സിസ്റ്റമൊക്കെ കൊള്ളാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിലെ റാം അൺലിമിറ്റഡ് ഒന്നുമല്ലല്ലോ. അപ്പോ ഈ റാമിലെ സ്ഥലം മുഴുവൻ തീരുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് അടുത്ത വലിയ ചോദ്യം. അതെ, ശരിക്കും പറഞ്ഞാൽ അതാണ് പ്രശ്നം. നമ്മളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ആപ്ലിക്കേഷനുകൾ തുറന്നുകൊണ്ടേയിരുന്നാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഫിസിക്കൽ റാമിൽ ഒരു തരി സ്ഥലം പോലും ബാക്കിയുണ്ടാവില്ല. അപ്പൊ എന്തു ചെയ്യും ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇവിടെയാണ് നമ്മുടെ അടുത്ത സൂത്രവിദ്യ വരുന്നത്: സ്വാപ്പിംഗ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു സ്റ്റോർ റൂം പോലെയാണ്. റാമിലിപ്പോൾ അധികം ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുന്ന പേജുകളിലെ അതിനെ പതുക്കെ എടുത്ത് ഹാർഡ് ഡിസ്കിലെ സ്വാപ്പ് സ്പേസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കും. അപ്പോൾ റാമില് പുതിയ അത്യാവശ്യമുള്ള പേജുകൾക്ക് വന്നിരിക്കാൻ സ്ഥലമായില്ലേ? ഇതിലെ ഏറ്റവും കിടിലൻ കാര്യം എന്താണെന്നറിയാമോ? ഈ ഒരൊറ്റ കഴിവ് കൊണ്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ യഥാർത്ഥ റാമിനേക്കാളും എത്രയോ വലിയ പ്രോഗ്രാമുകൾ പോലും നമുക്ക് ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത്. ശരിക്കും ഒരു മാജിക് അല്ലേ? ഓക്കെ, ഇതുവരെ നമ്മൾ സംസാരിച്ചത് മെമ്മറി മാനേജ്മെന്റിന്റെ പൊതുവായ ആശയങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ലിനക്സ് കേർണൽ, അതായത് ലിനക്സിന്റെ ബ്രെയിൻ, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്ര സ്മാർട്ടായി ചെയ്യുന്നതെന്ന് ഒന്ന് അടുത്ത് നോക്കാം. എല്ലാ ഹാർഡ്വെയറും ഒരുപോലെയല്ലല്ലോ. ചില പഴയ ഡിവൈസുകൾക്ക് കമ്പ്യൂട്ടറിലെ റാം മുഴുവനായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ലിനക്സ് ഫിസിക്കൽ റാമിനെ പല സോണുകളായി തിരിച്ചുവെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സോൺ DMA പഴയ ഹാർഡ്വെയറുകൾക്ക് വേണ്ടിയുള്ളതാണ്. സോൺ നോർമലാണ് നമ്മളെപ്പോലെയുള്ളവർ സാധാരണ ഉപയോഗിക്കുന്ന മെയിൻ മെമ്മറി പൂൾ. നമ്മൾ റൺ ചെയ്യുന്ന പ്രോഗ്രാമുകൾക്ക് മാത്രമല്ല മെമ്മറി വേണ്ടത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയമായ കേർണലിനും അതിന്റെ സ്വന്തം കാര്യങ്ങൾ സൂക്ഷിക്കാൻ മെമ്മറി വേണം. വെറുതെ കിട്ടിയാൽ പോരാ, വളരെ പെട്ടെന്ന് കിട്ടുകയും വേണം. ഈ ഒരു കാര്യത്തിനായി ലിനക്സിന്റെ കയ്യിലെ 2 സൂപ്പർ അസിസ്റ്റൻസ് ഉണ്ട്. ആദ്യത്തേത് ബഡ്ഡി സിസ്റ്റം. അതിന്റെ പണി എന്താന്ന് വെച്ചാൽ മെമ്മറിയിലെ അടുത്തടുത്തുള്ള വലിയ ബ്ലോക്കുകൾ ഒരുമിച്ച് കണ്ടെത്തി കൊടുക്കുക എന്നതാണ്. ചില ഹാർഡ്വെയർ ഡിവൈസുകൾക്ക് ഇത് നിർബന്ധമാണ്.
രണ്ടാമത്തെ ആളാണ് സ്ലാബ് അലൊക്കേറ്റർ. ഇത് ഭയങ്കര എഫിഷ്യന്റ് ആണ്. കേർണൽ എപ്പോഴും ഉപയോഗിക്കുന്ന ചെറിയ ഒബ്ജക്റ്റുകൾക്കായി ഒരു ഫാസ്റ്റ് ക്യാഷ് പോലെയാണിത്. അതായത് ഓരോ തവണയും പുതിയതുണ്ടാക്കുന്നതിന് പകരം ഉപയോഗിച്ച് കഴിഞ്ഞവയെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ റെഡിയാക്കി വെക്കും. ഇത് കാര്യങ്ങൾ ഭയങ്കര സ്പീഡിലാക്കും. ഇത്രയും കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. ശരിക്കും ഇതുകൊണ്ടൊക്കെ നമുക്കെന്താണ് ഗുണം? അപ്പോ ഈ സ്മാർട്ട് മെമ്മറി മാനേജ്മെന്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പ്രൊട്ടക്ഷൻ. ഓരോ പ്രോഗ്രാമിനെയും അത് മറ്റുള്ളവയിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തും. അതുകൊണ്ട് ഒരു ആപ്പ് ക്രാഷായാൽ സിസ്റ്റം മൊത്തത്തിൽ അടിച്ചുപോകില്ല. രണ്ടാമത് എഫിഷ്യൻസി. കുറഞ്ഞ റാം ഉപയോഗിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുമിച്ച് ഓടിക്കാൻ പറ്റുന്നു. പിന്നെ പ്രോഗ്രാമർമാരുടെ പണി കുറയും. അവർക്ക് ഈ മെമ്മറി മാനേജ്മെന്റിനെക്കുറിച്ച് തല പുകയ്ക്കേണ്ട. ഏറ്റവും പ്രധാനമായി നമ്മുടെ കമ്പ്യൂട്ടറിൽ വലിയ വലിയ ആപ്ലിക്കേഷനുകൾ പോലും റൺ ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും മികച്ചൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണെന്നറിയുമോ? അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും വേണ്ടാത്ത ഒന്നാണ്. ലിനക്സിന്റെ മെമ്മറി മാനേജ്മെന്റ് അങ്ങനെയൊരു അദൃശ്യനായ എന്നാൽ അതിസമർത്ഥനായ ഒരു സഹായിയാണ്.